ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് UML ബിഹേവിയറൽ ഡയഗ്രത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ സിസ്റ്റത്തിൻ്റെ ബിഹേവിയേഴ്സ് എങ്ങനെയായിരിക്കും, അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയഗ്രാംസ് ഏതൊക്കെയാണ് എന്നതൊക്കെയാണ് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ബിഹേവിയറൽ ഡയഗ്രാംസ് ക്യാപ്ചർ ഡൈനാമിക് ആസ്പെക്ട്സ് ഓർ ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ബിഹേവിയറൽ ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളെ സിസ്റ്റത്തിൻ്റെ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ്. ബിഹേവിയറൽ ഡയഗ്രാംസ് എംഫസൈസ് വാട്ട് മസ്റ്റ് ഹാപ്പൻ ഇൻ ദ സിസ്റ്റം ബീങ് മോഡൽഡ്. എന്താണ് സിസ്റ്റത്തിൽ ഹാപ്പൻ ചെയ്യുന്നത്, അതിൻ്റെ ബിഹേവിയർ, അതാണ് ഇതിൽ നമ്മൾ പറയുന്നത്. Behavioral diagrams illustrate the behavior of a system. They are used extensively to describe the functionality of software system. സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാലിറ്റിനെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ ഒരുപാട് ഡയഗ്രാംസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? യൂസ് കേസ് ഡയഗ്രാം, ആക്ടിവിറ്റി ഡയഗ്രാം, സ്റ്റേറ്റ് ഡയഗ്രാം, ഇൻട്രാക്ഷൻ ഡയഗ്രാംസ്. ഇൻട്രാക്ഷൻ ഡയഗ്രത്തിൻ്റെ സബായിട്ട് വരുന്നതാണ് സീക്വൻസ് ഡയഗ്രാം, കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം അല്ലെങ്കിൽ കൊളാബറേഷൻ ഡയഗ്രാംസ്, ഇൻറ്ററാക്ഷൻ ഓവർവ്യൂ ഡയഗ്രാം, ടൈമിംഗ് ഡയഗ്രാം. അപ്പോൾ ഓരോ ഡയഗ്രാം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇത്തത് യൂസ് കേസ് ഡയഗ്രാംസ് ആണ്. യൂസ് കേസ് ഡയഗ്രത്തിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഒരു യൂസേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ, അതായത് ഒരു യൂസർ നോക്കി കാണുമ്പോൾ ഈ സിസ്റ്റം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നത് വരച്ച് കാണിക്കുകയാണ് നമ്മൾ യൂസ് കേസ് ഡയഗ്രത്തിലൂടെ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് എ യൂസേഴ്സ് ഇൻ്ററാക്ഷൻ വിത്ത് ദ സിസ്റ്റം ദാറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദ ഡിഫറെൻറ്റ് യൂസ് കേസസ് ഇൻ വിച്ച് ദ യൂസർ ഈസ് ഇൻവോൾവ്ഡ്. അപ്പോൾ യൂസറും ഈ സിസ്റ്റവും തമ്മിൽ എങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുന്നു, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നതാണ് നമ്മൾ യൂസ് കേസിൽ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു യൂസ് കേസ് ഡയഗ്രത്തിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂസേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ സിസ്റ്റത്തിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂസ് കേസസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിലൊരു യൂസർ മാത്രമല്ല ഉണ്ടാവും, ഒരുപാട് യൂസേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ അത് കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാവും ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ, അതായത് ഒരുപാട് പേര് ആക്ട് ചെയ്യുന്നുണ്ടാവും ആ ഒരു സിസ്റ്റത്തിൽ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു യൂസ് കേസ് ഡയഗ്രത്തിലൂടെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. A use case is a list of actions or event steps typically defining the interactions between a role, actor and a system to achieve a goal. അപ്പോൾ ഒരു സിസ്റ്റവും ഒരു ആക്ടർ എന്ന് പറയുന്നത് ഈ റോള് അല്ലെങ്കിൽ ഹ്യൂമണോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സിസ്റ്റമൊക്കെ ആയിരിക്കും ഈ ആക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ യൂസർ. അപ്പോൾ ഈ യൂസറും ഈ സിസ്റ്റവും തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ്, അതിൽ നിന്ന് അവരെന്ത് അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, നമുക്കിതിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം യൂസ് കേസിലൂടെ. ദ യൂസ് കേസ് ഡയഗ്രാം ഡിസ്ക്രൈബ്സ് വാട്ട് ദ സിസ്റ്റം ഡസ്. അപ്പോൾ സിസ്റ്റം എന്താണ് ചെയ്യുന്നത് എന്നത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് യൂസ് കേസിലാണ്, അതിൻ്റെ ഫങ്ഷനാലിറ്റി. പക്ഷെ അത് എങ്ങനെ ചെയ്യുന്നു എന്നത് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. യൂസ് കേസ് ഡയഗ്രത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ് എടുത്ത് പറയുന്നത്. ഒന്ന് യൂസ് കേസസ് ആണ്. യൂസ് കേസസ് റെപ്രസെൻ്റ് എ പെർട്ടിക്കുലർ പീസ് ഓഫ് സിസ്റ്റംസ് ഓവറോൾ ഫങ്ഷനാലിറ്റി. ഒരു സിസ്റ്റത്തിൻ്റെ ഓവറോൾ ഫങ്ഷനാലിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് യൂസ് കേസസ് എന്ന് പറയുക. ദ ഫങ്ഷനാലിറ്റി ഓഫ് ദ എൻറ്റയർ സിസ്റ്റം ഫ്രം ദ യൂസേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പോൾ ഒരു യൂസർ നോക്കി കാണുമ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ എൻറ്റയർ ഫങ്ഷനാലിറ്റി, ഈ യൂസ് കേസ് ഡയഗ്രാം ഫുള്ള് വരക്കുമ്പോൾ മനസ്സിലാവും, നമുക്ക് നോക്കുമ്പോൾ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ എന്തിനാണ് ഉണ്ടാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Can be captured as a set of use cases. Each use case represents a specific set of actions that the system may be required to carry out in collaboration with one or more external entities called actors. അപ്പോൾ ആക്ടേഴ്സും കൂടെ ചേർന്നിട്ട് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ആക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സിസ്റ്റം പെർഫോം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് യൂസ് കേസിലൂടെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻ ഇറ്റ്സ് മോസ്റ്റ് ബേസിക് ഫോം എ യൂസ് കേസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ആൻ എലിപ്സ്. അപ്പോൾ നമ്മൾ പൊതുവേ യൂസ് കേസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു എലിപ്സിലാണ്. ആ എലിപ്സിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ എലിപ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ആ യൂസ് കേസിൻ്റെ പേര് എഴുതാൻ പറ്റും. ചില കേസിൽ നമുക്കത് സ്റ്റാൻഡേർഡ് റെക്റ്റാങ്കുലർ ക്ലാസിഫയർ ഐക്കണായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു ചെറിയ സ്മോൾ എലിപ്സ് ഉണ്ടാവും അതിൻ്റെ ടോപ്പ് റൈറ്റ് സൈഡിൽ കോർണറിൽ. എന്നിട്ട് എന്ത് ചെയ്യാം, അതിൽ നമുക്ക് യൂസ് കേസിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ പേരെന്ന് പറയുന്നത്, യൂസ് കേസിന് കൊടുക്കുന്ന പേരെന്ന് പറയുന്നത് വേർബ്സും നൗൺസും തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പേരായിരിക്കണം. അതിന് നമുക്ക് വായിച്ചാൽ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പേരായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് അവിടെ താഴെ കാണിച്ചിട്ടുള്ള ഈ യൂസ് കേസ് സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. എലിപ്സിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആഡ് സ്റ്റോക്ക് ഐറ്റം ആഡ് ചെയ്യാനുള്ള
ഒരു യൂസ് കേസാണ് കാണിച്ചിട്ടുള്ളത്. ഇനി അഥവാ നമ്മൾ റെക്റ്റാങ്കുലർ ക്ലാസിഫയർ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് റൈറ്റിൽ ഒരു ചെറിയ എലിപ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു, കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിൽ എന്ത് എഴുതി? ആഡ് സ്റ്റോക്ക് ഐറ്റം എന്ന് എഴുതി. അപ്പോൾ അത് വേർബ്സും നൗൺസും ഒക്കെ ചേർന്നതാണ് അല്ലേ? സ്റ്റോക്ക് എന്നത് നൗണാണ്, ആഡ് എന്ന് പറയുന്നത് വേർബാണ്. അപ്പോൾ അങ്ങനെ ചേർന്നിട്ടുള്ള ഒരു മിക്സാണ് നമ്മളിതിന് പേര് കൊടുക്കേണ്ടത് യൂസ് കേസിന്. പിന്നെ അടുത്തത് ആക്ടേഴ്സാണ്. എ യൂസ് കേസ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് വൺ ഓർ മോർ ആക്ടേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒന്നിലധികമോ ആക്ടേഴ്സ് ഉണ്ടാവും. ദ എക്സിക്യൂഷൻ ഓഫ് എ യൂസ് കേസ് ഈസ് ഇനീഷ്യേറ്റഡ് ബൈ ആൻ ആക്ടർ. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, തുടക്കം നിന്നത് ആരായിരിക്കും? ഒരു ആക്ടർ ആയിരിക്കും. ആൻഡ് അപ്പോൺ കംപ്ലീഷൻ ദി യൂസ് കേസ് മസ്റ്റ് റിട്ടേൺ എ റിസൾട്ട് ടു ദ ആക്ടർ. ഇതിൻ്റെ റിസൾട്ടും ആക്ടറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു ആക്ടർ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ സിസ്റ്റം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ യൂസർ ആയിരിക്കാം. ദ ആക്ടർ ഈസ് ആൻ എക്സ്റ്റേണൽ എൻറ്റിറ്റി ആൻഡ് നോട്ട് പാർട്ട് ഓഫ് ദ സിസ്റ്റം ആസ് സച്ച്. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ റോൾ പ്ലേഡ് ബൈ എ പേഴ്സൺ. ഒരാളുടെ റോള് അല്ലെങ്കിൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റി ആയിരിക്കും നമ്മളെ ആക്ടർ എന്ന് പറയുന്നത്. ആൻ ആക്ടർ ഈസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ എ സ്റ്റിക്ക് ഫിഗർ. ഇനി ആക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റിക്ക് ഫിഗറിലാണ്. എസ്പെഷ്യലി ഇഫ് ദ ആക്ടർ റെപ്രസെൻറ്റ്സ് എ ഹ്യൂമൻ എൻറ്റിറ്റി. ഒരു ഹ്യൂമൻ എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്ക് ഫിഗറാണ് നമ്മൾ വരയ്ക്കുക. അത് താഴെ കൊടുത്തിട്ടുണ്ട്. മാനേജർ എന്നത് ഒരു ഹ്യൂമൻ ആണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഫിഗറാണ് ആക്ടർ എന്നുള്ളതിന് കൊടുക്കേണ്ടത്. ഇനി അതൊരു ക്ലാസിഫയർ ആണ്. നമ്മൾ ക്ലാസിഫയർ റെക്റ്റാങ്കിൾ കൊടുക്കുന്നത് എപ്പോഴാണ്? അതൊരു നോൺ ഹ്യൂമൻ ആക്ടർ ആണെങ്കിൽ. ദ ക്ലാസിഫയർ റെക്റ്റാങ്കിൾ മേ ബി യൂസ്ഡ് ടിപ്പിക്കലി ഫോർ നോൺ ഹ്യൂമൻ ആക്ടർ. അതായത് വേറൊരു സിസ്റ്റം ആണ് ഈ ഒരു യൂസ് കേസിനെ യൂസ് ചെയ്യുന്നത് എങ്കിൽ അതെന്താണ്? അവിടെ നമ്മൾ ഒരു നോൺ ഹ്യൂമൻ ആക്ടറാണ് ഉള്ളത്. എല്ലാതും ഇപ്പോൾ ഹ്യൂമൻ യൂസേഴ്സ് തന്നെ ആയിക്കോണമെന്നില്ലല്ലോ. വേറൊരു സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്തൂടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എൻറ്റിറ്റി ഈ ഒരു സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്തൂടെ. അപ്പോൾ അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ റെക്റ്റാങ്കുലർ ക്ലാസിഫയർ ആണ് കൊടുക്കുന്നത്. അതാണ് നമുക്ക് രണ്ടാമത് കാണിച്ചിട്ടുള്ളത്. ആക്ടർ എന്ന് എഴുതിയിട്ട് കസ്റ്റമർ എന്ന് ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. എ ഗ്രാഫിക് ഐക്കൺ മേ ഓൾസോ ബി യൂസ്ഡ് ടു റെപ്രസെൻറ്റ് സ്പെസിഫിക് ടൈപ്സ് ഓഫ് നോൺ ഹ്യൂമൻ ആക്ടർ. അപ്പോൾ ഇനി നോൺ ഹ്യൂമൻ ആക്ടറിൽ നമ്മൾ ഗ്രാഫിക്കലി നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെൻറ്റ് ചെയ്യാം. അതും അവിടെ കൊടുത്തിട്ടുണ്ട്. ഡാറ്റാബേസ് സെർവർ എന്ന് കണ്ടോ? ഇഫ് എ സ്റ്റിക്ക് ഫിഗർ ഓർ ഗ്രാഫിക് ഐക്കൺ ഈസ് യൂസ്ഡ് ദ നെയിം ഓഫ് ദ ആക്ടർ അപ്പിയേഴ്സ് ബിലോ ദ ഐക്കൺ. അപ്പോൾ സ്റ്റിക്ക് ഫിഗറോ ഗ്രാഫിക്കാണോ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡയഗ്രത്തിൻ്റെ തൊട്ട് താഴെയാണ് അതിൻ്റെ നെയിം കൊടുക്കേണ്ടത്. ഇഫ് ദ ക്ലാസിഫയർ റെക്റ്റാങ്കിൾ ഈസ് യൂസ്ഡ്, റെക്റ്റാങ്കിളാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വിത്ത് ദ സ്റ്റീരിയോ ടൈപ്പ് ആക്ടർ ഡിസ്പ്ലേഡ് എബവ് ഇറ്റ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് കൊടുക്കുക, അതെന്താണ്? ആക്ടറാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ പേര് കൊടുക്കുക. പിന്നെ വേറൊരു എലമെൻ്റാണ് അസോസിയേഷൻസ്. ഇപ്പോൾ ഇവ തമ്മിലുള്ള അസോസിയേഷൻസ് നമുക്ക് കാണിക്കണ്ടേ? ബന്ധം കാണിക്കേണ്ട. അതാണ് അസോസിയേഷനിൽ പറയുന്നത്. ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ ആൻ ആക്ടർ ആൻഡ് എ യൂസ് കേസ് ഇൻഡിക്കേറ്റ്സ് ഐദർ ദാറ്റ് ദ ആക്ടർ ഇനീഷ്യേറ്റ്സ് ദ യൂസ് കേസ്. അപ്പോൾ ഇതിനെ ഇനീഷ്യേറ്റ് ചെയ്യണം അല്ലേ? യൂസ് കേസിനെ ഇനീഷ്യേറ്റ് ചെയ്യണം ആക്ടർ. or that the actor receives the results of executing a use case or both. അല്ലെങ്കിൽ ഈ യൂസ് കേസ് എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ റിസൾട്ട് ആക്ടർക്ക് കിട്ടണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് വേണം? ഡാറ്റാസ് പാസ് ചെയ്യണം. അതിനെന്ത് വേണം? അസോസിയേഷൻസ് വേണം. ദ അസോസിയേഷൻ ഈസ് ഡ്രോൺ ആസ് എ സോളിഡ് ലൈൻ. അപ്പോൾ ഇങ്ങനെ ഡാഷ് ലൈൻസ് അല്ല, ഒറ്റ സോളിഡ് ലൈനായിട്ടാണ് അസോസിയേഷൻസ് കാണിക്കുന്നത്. ദ കൺവെൻഷൻ ഈസ് ടു പ്ലേസ് ആൻ ആക്ടർ ദാറ്റ് ഇനീഷ്യേറ്റ്സ് എ യൂസ് കേസ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് ദ യൂസ് കേസ്. അപ്പോൾ ആരാണോ ആക്ടർ അയാൾ എന്ത് ചെയ്യുക? ഡയഗ്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വെക്കുക. while an actor that receives the results of a use case appears on the right of the use case. അപ്പം ഒരു ആക്ടർ അതിൻ്റെ ഈ യൂസ് കേസിനെ ഇനീഷ്യേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അയാളെ ലെഫ്റ്റ് സൈഡിൽ വെക്കുക. അതേ സ്ഥാനത്ത് ഈ ആക്ടർ അതിൻ്റെ റിസൾട്ട് റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക? യൂസ് കേസിൻ്റെ റൈറ്റ് സൈഡിലുമാണ് വെക്കേണ്ടത്. ആ ഡയഗ്രാം പറയുമ്പോൾ മനസ്സിലാവും. ദ ഇല്ലുസ്ട്രേഷൻ ബിലോ ഷോസ് എ ടിപ്പിക്കൽ സിനാരിയോ. ദ സ്റ്റോക്ക് കൺട്രോളർ ആക്ടർ ഇനീഷ്യേറ്റ്സ് ദ ആഡ് സ്റ്റോക്ക് ഐറ്റം യൂസ് കേസ്. അപ്പോൾ ഇവിടെ ആഡ് സ്റ്റോക്ക് ഐറ്റം എന്നതാണ് നമ്മളെ യൂസ് കേസ്, നമുക്ക് ചെയ്യാനുള്ള ഫംഗ്ഷൻ. അതിൽ സ്റ്റോക്ക് കൺട്രോളർ എന്താ ചെയ്യുന്നത്? അയാളൊരു ഹ്യൂമൻ യൂസറാണ്. അപ്പോൾ നമ്മളൊരു സ്റ്റിക്ക് ഫിഗർ വരച്ചു. അയാൾ എന്താ ചെയ്യുന്നത്? ഇതിലേക്ക് സ്റ്റോക്ക് ഐറ്റംസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അതായത് ഇനീഷ്യേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ആ ഫംഗ്ഷനിലെ. അപ്പോൾ എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡിലാണ്, അതായത് യൂസ് കേസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അതേ സ്ഥാനത്ത്
പുതിയ സ്റ്റോക്ക് ഐറ്റംസ് ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? ഇൻവെൻറ്ററി ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇഫ് ദ യൂസ് കേസ് ഈസ് എക്സിക്യൂട്ടഡ് സക്സസ്ഫുള്ളി, ഡീറ്റെയിൽസ് ഓഫ് ദ ന്യൂ സ്റ്റോക്ക് ഐറ്റം വിൽ ബി ആഡഡ് ടു ദ ഇൻവെൻറ്ററി ഡാറ്റാബേസ്. ആ ഇൻവെൻറ്ററി ഡാറ്റാബേസ് എന്താണ്? ഒരു ആക്ടറാണ്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത് എവിടെയാണ്? യൂസ് കേസിൻ്റെ റൈറ്റ് സൈഡിലാണ്. കാരണം എന്താ? അത് റിസൾട്ട് റിസീവ് ചെയ്യുകയാണ് ആ ആക്ടർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്? അത് റൈറ്റ് സൈഡിലാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ആ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇഫ് റിക്വയേർഡ് മൾട്ടിപ്ലിസിറ്റി ക്യാൻ ബി ഷോൺ അറ്റ് ഐദർ എൻഡ് ഓഫ് എൻ അസോസിയേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് മൾട്ടിപ്ലിസിറ്റി കാണിക്കാനും പറ്റും ഈ ഒരു അസോസിയേഷൻ ലൈൻസിൽ. ഇൻ ദ ഡയഗ്രാം ബിലോ യു ക്യാൻ ക്ലിയർലി സീ ദാറ്റ് എൻ ഇൻസ്റ്റൻസ് ഓഫ് വിഡ്രോ ക്യാഷ് യൂസ് കേസ് മേ ബി ഇനീഷ്യേറ്റഡ് ബൈ വൺ ഇൻസ്റ്റൻസ് ആൻഡ് ഓൺലി വൺ ഇൻസ്റ്റൻസ് ഓഫ് ദ കസ്റ്റമർ ആക്ടർ. Withdraw cash use case may be initiated by one instance and only one instance of the customer actor. അപ്പോൾ ഇവിടെ ഈ ഒരു ഡയഗ്രാം നോക്കുക. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള യൂസ് കേസ് എന്ന് പറയുന്നത് വിഡ്രോ ക്യാഷ് ആണ്. അപ്പോൾ അവിടെ ഒരു ഇൻസ്റ്റൻസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ആ ഒരു ഡിഗ്രി വെച്ചിട്ട് നമ്മൾ കൊടുക്കൂലേ? 1 ഡിഗ്രി 2 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ ക്യാഷ് വിഡ്രോ ചെയ്യാൻ ആ ഒരു കസ്റ്റമർക്ക് മാത്രമേ പറ്റുള്ളൂ അയാൾ അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ അതിനെ നമ്മൾ ആ ഒരൊറ്റ ഇൻസ്റ്റൻസ് ആയിട്ട് എന്ത് ചെയ്തു? അവിടെ അസോസിയേഷൻ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്തു. കോൺവേഴ്സ്ലി ദ കസ്റ്റമർ actor may initiate 0 or 1 instance of the withdraw cash use case. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. നമ്മളെ ഈ മൾട്ടിപ്ലിസിറ്റി വരികയാണെങ്കിൽ പറയുന്നത്. The purpose of an association between an actor and a use case is only to show that the actor participates in the use case. അപ്പോൾ ഈ അസോസിയേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ആക്ടറുടെയും യൂസ് കേസും അതിൽ റെപ്രസെൻ്റ് ചെയ്തിട്ട് ആക്ടർ യൂസ് കേസിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അസോസിയേഷൻ കാണിക്കുന്നത്. Detailed information concerning the nature of the interactions that occur between a use case and the actors that participate in it will be contained within the use case description. അപ്പോൾ യൂസ് കേസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഇതിന് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഈ ആക്ടറും യൂസ് കേസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സിസ്റ്റം ബൗണ്ടറി ആണ്. ദ സിസ്റ്റം ബൗണ്ടറി മേ ബി റെപ്രസെൻറ്റഡ് ആസ് എ റെക്റ്റാങ്കിൾ ദാറ്റ് ഫുള്ളി എൻക്ലോസസ് ഓൾ ഓഫ് ദി യൂസ് കേസസ് ഷോൺ ഓൺ എ യൂസ് കേസ് ഡയഗ്രാം. അപ്പോൾ നമ്മളിങ്ങനെ എഴുതിയിട്ടുള്ള എല്ലാ യൂസ് കേസസിനെയും ഒറ്റ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു റെക്റ്റാങ്കുലർ ബോക്സിലാക്കും. അതിനെയാണ് സിസ്റ്റം ബൗണ്ടറി എന്ന് പറയാം. Showing the system boundary in this way serves to represent graphically the scope of the system being modeled. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ സ്കോപ്പിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് കൊടുക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The actor appear outside the rectangle to indicate that they are not part of the system. ആക്ടറിന് നമ്മൾ ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ പുറത്താണ് പ്ലേസ് ചെയ്യുന്നത്. കാരണം ഇവർ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. Any external entity that interacts with the system, including another system, is an actor by definition. The name of the system or subsystem is usually shown inside the rectangle at the top, preceded by the stereotype സിസ്റ്റം ഓർ സബ്സിസ്റ്റം. അപ്പോൾ നോക്കുക, അതിൽ ഇപ്പോൾ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ഡയഗ്രത്തിൽ ആക്ടർ ആണെന്ന് പറയുന്നത് കസ്റ്റമറാണ്. ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആക്ടർ കസ്റ്റമറാണ്. അപ്പോൾ അയാളെ പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ യൂസ് കേസുകൾ വിഡ്രോ ക്യാഷ്, ഡെപ്പോസിറ്റ് ക്യാഷ്, ചെക്ക് ബാലൻസ് ഒക്കെയാണ്. അതിനെന്ത് ചെയ്തു? നമ്മൾ ഓരോ എലിപ്സിൽ കൊടുത്തിട്ട് മൊത്തം എന്ത് ചെയ്തു? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ കൊടുത്തു. അതിൻ്റെ സിസ്റ്റം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പുറത്ത് ആ ഡാറ്റാസ് റിസീവ് ചെയ്യുന്ന ആക്ടറാണ് ബാങ്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമ്മൾ റൈറ്റ് സൈഡിലും കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്റ്റീരിയോ ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. സിസ്റ്റം എന്നുള്ളതോ അല്ലെങ്കിൽ സബ് സിസ്റ്റം എന്നോ നമുക്ക് സ്റ്റീരിയോ ടൈപ്പായിട്ട് അവിടെ എഴുതി കൊടുത്ത് കണ്ടോ? രണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ സ്റ്റീരിയോ ടൈപ്പായിട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കതിന് പേര് കൊടുക്കാം. ATM സിസ്റ്റമാണ്, വിഡ്രോ ക്യാഷ്, ഡെപ്പോസിറ്റ് ക്യാഷ്, ചെക്ക് ബാലൻസ്. അപ്പോൾ എന്താണോ നമ്മളെ സോഫ്റ്റ്വെയർ അതിനനുസരിച്ച് അതിൻ്റെ പേര് കൊടുക്കാം. പിന്നെ അടുത്തത് പറയുന്നത് എക്സ്റ്റെൻഡഡ് യൂസ് കേസ് ആണ്. നമുക്കിതിന് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കാൻ പറ്റും. അതാണ് പറയുന്നത്. ആൻ എക്സ്റ്റെൻഡഡ് യൂസ് കേസ് ഈസ് വൺ ഹൂസ് ബിഹേവിയർ ഈസ് എക്സ്റ്റെൻഡഡ് ബൈ ദ ബിഹേവിയേഴ്സ് ഓഫ് അനദർ യൂസ് കേസ്. ഒരു യൂസ് കേസിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു യൂസ് കേസിന് എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുക എന്നതാണ് പറയുന്നത്. നമ്മൾ എക്സ്റ്റൻഷൻ വരക്കൂലേ? സെയിം.
The extended or base use case is a complete use case in its own right, as is the extending use case, although the extending use case will typically be somewhat narrower in scope and may not be particularly meaningful in isolation. അപ്പോൾ എക്സ്റ്റെൻഡഡ് യൂസ് കേസ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് യൂസ് കേസ് ആയിരിക്കും, കാരണം അത് മറ്റൊന്നൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നതാണ്. ഇതിൽ എക്സ്റ്റെൻഡഡ് യൂസ് കേസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബേസ് യൂസ് കേസ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഏതെന്നാണോ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നത് അതൊരു കംപ്ലീറ്റ് യൂസ് കേസ് ആയിരിക്കും. എക്സ്റ്റെൻഡിങ് യൂസ് കേസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത്രയും ഒരു സ്കോപ്പുള്ള യൂസ് കേസ് ആയിരിക്കില്ല. The relationship between a base use case and a use case that extends it is shown യൂസിങ് എ ഡാഷ്ഡ് ലൈൻ. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഡാഷ്ഡ് ലൈനാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സോളിഡ് ലൈന് മാറിയിട്ട് ഡാഷ്ഡ് ലൈനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്റ്റൻഷനാണ് കാണിക്കുക. അപ്പോൾ മറ്റേതിൽ എന്ത് ചെയ്യണം, സോളിഡ് ലൈൻസ് തന്നെ യൂസ് ചെയ്യുക. കണക്റ്റിംഗ് ദ എക്സ്റ്റെൻഡഡ് യൂസ് കേസ് ടു ദ ബേസ് യൂസ് കേസ് വിത്ത് ആൻ ഓപ്പൺ ആരോ ഹെഡ് പോയിൻറ്റിംഗ് അറ്റ് ദ ബേസ് യൂസ് കേസ്. നോക്കുക, ആ ആരോ മാർക്ക് ഓപ്പൺ എൻഡഡ് ആണ് എന്ന് പറയുന്നത് അവിടെ അത് ഡാർക്കൺ ചെയ്തിട്ടില്ല, അതാണ് കാണിക്കുന്നത് കേട്ടോ. ദ ലൈൻ ഈസ് ലേബിൾഡ് വിത്ത് ദ എക്സ്റ്റെൻഡ് സ്റ്റീരിയോ ടൈപ്പ്. അവിടെ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റീരിയോ ടൈപ്പ് എക്സ്റ്റെൻഡ് ആണ്. അപ്പോൾ പ്രിൻറ്റ് റെസിപ്പിയൻറ്റ് എന്നുള്ളതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വന്നതാണ്. വിഡ്രോ ക്യാഷ് എന്നുള്ളത് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് എക്സ്റ്റെൻഡ് എന്നുള്ള സ്റ്റീരിയോ ടൈപ്പ്. പിന്നെ മൊത്തം റെക്റ്റാങ്കിൾ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള സ്റ്റീരിയോ ടൈപ്പ് അതാണ് സിസ്റ്റം. അതിൻ്റെ പേര്, ആ സിസ്റ്റത്തിൻ്റെ പേരെന്താണ്, ATM സിസ്റ്റം എന്നാണ്. അപ്പോൾ ഇത്രയും കാണിച്ചിട്ടുണ്ട്. അടുത്തത് ഇൻക്ലൂഡിങ് എ യൂസ് കേസ് ഇഫ് ദ എക്സാക്റ്റ് സെയിം ഫംഗ്ഷനാലിറ്റി ഈസ് ഡ്യൂപ്ലിക്കേറ്റഡ് വിത്തിൻ 2 or more യൂസ് കേസസ് ഇറ്റ് ക്യാൻ ബി ഫാക്ടേർഡ് ഔട്ട് ടു എ സെപ്പറേറ്റ് യൂസ് കേസ്. The separate use case can then be included in each base use case that uses the factored out behavior. അപ്പോൾ നോക്കുക, ഇതിൻ്റെ ഒറിജിനൽ, അതായത് ഒരു യൂസ് കേസിൻ്റെ ഒറിജിനൽ ഫങ്ഷനാലിറ്റിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ, അതായത് രണ്ടോ രണ്ടിലധികമോ ആയിട്ട് അതിൻ്റെ ഫങ്ഷനാലിറ്റിനെ സബ് ഫങ്ഷനാലിറ്റീസ് ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ അതിനെന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് ക്യാൻ ബി ഫാക്ടേർഡ് ഔട്ട് ടു എ സെപ്പറേറ്റ് യൂസ് കേസ്. അതിനെ നമുക്കൊരു സെപ്പറേറ്റ് യൂസ് കേസ് ആയിട്ട് തന്നെ ഫാക്ടർ ചെയ്തെടുക്കാം, ഡെവലപ്പ് ചെയ്തെടുക്കാം. ദ സെപ്പറേറ്റ് യൂസ് കേസ് ക്യാൻ ദെൻ ബി ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് ബേസ് യൂസ് കേസ് ദാറ്റ് യൂസസ് ദ ഫാക്ടേർഡ് ഔട്ട് ബിഹേവിയർ. അപ്പോൾ ഓരോന്നിനും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബേസ് യൂസ് കേസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻ ഇൻക്ലൂഡഡ് യൂസ് കേസ് ഈസ് എ ഗുഡ് ഇൻഡിക്കേഷൻ ടു എ പ്രോഗ്രാമർ ദാറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി എക്സിറ്റ്സ് ഫോർ കോഡ് റീയൂസ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് കോഡ് റീയൂസ് ചെയ്യാൻ പറ്റും when developing the software. The relationship between a base use case and an included use case is shown using a dashed line connecting the base use case to the included use case. അപ്പോൾ ബേസ് യൂസ് കേസ് എന്ന് ഈ മറ്റൊരു യൂസ് കേസ് അതിൽ ഇൻക്ലൂഡഡ് ആണ്, അതിനെ ഈ ബേസ് യൂസ് കേസിന് സബ് ഫാക്ടേഴ്സ് ആക്കിയതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതിൽ ഇൻക്ലൂഡഡ് ആണ് ഈ യൂസ് കേസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാഷ്ഡ് ലൈൻസ് യൂസ് ചെയ്യാൻ പറ്റും വിത്ത് ആൻ ഓപ്പൺ ആരോ ഹെഡ്. അവിടെയും ഓപ്പൺ ആരോ ഹെഡ് ആണ്, അതാണ് ഇവിടെ താഴെ കാണിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീരിയോ ടൈപ്പ് ഇൻക്ലൂഡ് ആണ്. ഇൻക്ലൂഡ് അതായത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്, മറ്റേത് എക്സ്റ്റെൻഡ് ആണ്, അതിനെ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റീരിയോ ടൈപ്പ് ഇൻക്ലൂഡ് എന്നാണ്. അപ്പോൾ വിഡ്രോ ക്യാഷിൽ ഇൻക്ലൂഡ് ആണ് വാലിഡേറ്റ് കാർഡ് എന്നുള്ളത്, കാർഡിൻ്റെ വാലിഡേഷൻ. പിന്നെ യൂസ് കേസ് ഡിസ്ക്രിപ്ഷൻ ആണ് അടുത്ത് പറയുന്നത്. ഇൻ ഓർഡർ ടു കീപ്പ് യൂസ് കേസ് ഡയഗ്രാം സിമ്പിൾ. അപ്പോൾ യൂസ് കേസ് ഡയഗ്രാംസ് സിമ്പിളാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് ഓഫ് ദ ബിഹേവിയർ ഡിഫൈൻഡ് ബൈ എ യൂസ് കേസസ് ആർ ഡോക്യുമെൻറ്റഡ് ഇൻ എ സെപ്പറേറ്റ് ഡോക്യുമെൻറ്റ് യൂഷ്വലി റെഫേർഡ് ടു ആസ് എ യൂസ് കേസ് ഡിസ്ക്രിപ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു യൂസ് കേസ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളൊരു ഭാഗത്ത് നമ്മൾ ഈ യൂസ് കേസ് ഡയഗ്രത്തിൻ്റെ എന്ത് ചെയ്യണം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യണം, ഇതിനെ നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യണം. Though the UML does not specify a format for this document, it is usually a simple text document. അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് ഒരു ഫോർമാറ്റ് UML സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിലും അതെന്താണ്, ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആണ്. എവരി യൂസ് കേസ് ഷുഡ് ബി അക്കമ്പനീഡ് ബൈ എ യൂസ് കേസ് ഡിസ്ക്രിപ്ഷൻ. എല്ലാ യൂസ് കേസിലും എന്ത് വേണം, ഒരു യൂസ് കേസ് ഡിസ്ക്രിപ്ഷൻ വേണം. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളത് ഒരു കംപ്ലീറ്റ് യൂസ് കേസ് ഡയഗ്രാം ആണ് ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റത്തിൻ്റെ. അപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ. അതിലുള്ള യൂസ് കേസസ് ആണ് വ്യൂ ഐറ്റംസ്, മേക്ക് പർച്ചേസ്,
കംപ്ലീറ്റ് ചെക്കൗട്ട്, ലോഗിൻ എന്നുള്ളതൊക്കെ യൂസ് കേസസ് ആണ്. അതിൽ മേക്ക് പർച്ചേസിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് വ്യൂ ഐറ്റംസ്. മറ്റേതിൽ അതേപോലെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത വേറൊന്ന് കംപ്ലീറ്റ് ചെക്കൗട്ട്. അത് സ്റ്റീരിയോ ടൈപ്പായിട്ട് ഡാഷ്ഡ് ലൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആക്ടേഴ്സ് എന്ന് പറയുന്നത് കസ്റ്റമറാണ് ഇതിന് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആൾ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വന്നു. അത് റിസൾട്ട് റിസീവ് ചെയ്യുന്ന ആളാരാണ്? ഒന്ന് സർവീസ് ഒതൻറ്റിക്കേഷൻ, പിന്നെ ഐഡൻറ്റിറ്റി പ്രൊവൈഡർ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് സർവീസ്, പേപാൽ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഡാറ്റ റിസീവ് ചെയ്യുന്ന ആളുകളാണ്, ആക്ടേഴ്സാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഒറ്റ ടൈമിൽ ഒന്നിലേറെ ആക്ടേഴ്സ് ആ സെയിം യൂസ് കേസിന് എന്ത് ചെയ്യുന്നുണ്ടാവും? ആക്സസ് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ മൾട്ടിപ്പിൾ. അതായത് ഇപ്പോൾ വ്യൂ ഐറ്റംസ് എന്നുള്ളത് സർവീസിലേക്കും അതേപോലെ ഐഡൻറ്റിറ്റി പ്രൊവൈഡറിലേക്കും പോകുന്നുണ്ട് അല്ലേ? ഒക്കെ കണക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്ത്? ഒരു ടോട്ടൽ യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? അങ്ങനെ യൂസ് ചെയ്യുന്ന യൂസ് കേസ് ഡയഗ്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെപ്രസെൻറ്റിംഗ് ദ ഗോൾസ് ഓഫ് സിസ്റ്റം യൂസർ ഇൻ്ററാക്ഷൻ. സിസ്റ്റത്തിൻ്റെയും യൂസറേയും ഇൻ്ററാക്ഷൻസിലൂടെ ഇതിൻ്റെ ഗോൾ എന്താണ്, ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഗോൾ എന്താണ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഡിഫൈനിങ് ആൻഡ് ഓർഗനൈസിങ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഇൻ എ സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിനെ ഓർഗനൈസ് ചെയ്യാനും ഡിഫൈൻ ചെയ്യാനും പറ്റുന്നുണ്ട്. സ്പെസിഫൈയിങ് ദ കോണ്ടെക്സ്റ്റ് ആൻഡ് റിക്വയർമെൻറ്റ്സ് ഓഫ് എ സിസ്റ്റം. വീണ്ടും അതുതന്നെയാണ് സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സിനെയും അതിൻ്റെ കോണ്ടെക്സ്റ്റിനെയും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോഡലിംഗ് ദ ബേസിക് ഫ്ലോ ഓഫ് ഇവൻറ്റ്സ് ഇൻ എ യൂസ് കേസ്. അതായത് ഇവൻറ്റ്സിൻ്റെ ഫ്ലോ നമുക്ക് കറക്റ്റായിട്ട് മോഡൽ ചെയ്യാൻ പറ്റുന്നുണ്ട് യൂസ് കേസ് ഡയഗ്രത്തിലൂടെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ യൂസ് കേസ് ഡയഗ്രത്തിൽ പറയുന്നത്.